ഷനോ, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ബ്രഷോവിൽ എന്തൊക്കെയുണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ എന്ന് തപ്പിയപ്പോൾ ഗൂഗിൾ സജസ്റ്റ് ചെയ്ത ഒരു സ്ഥലമാണ് ഈ കാണുന്ന ചർച്ച്. യെസ്, ദിസ് ഇസ് എ ചർച്ച്. ഈ പള്ളിയുടെ പേരാണ് ബ്ലാക്ക് ചർച്ച്. ഈ പേരെങ്ങനെ ഈ പള്ളിക്ക് വന്നു എന്ന് തപ്പി ഞാൻ പോയി. അതിന്റെ ഹിസ്റ്ററി ഒക്കെ ഞാൻ പിന്നെ പറയാവേ. ഇത് ബ്രഷോവിലെ ഓൾഡ് ടൗൺ സ്ക്വയറിൽ തന്നെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. റൊമേനിയയിലെ ലാർജസ്റ്റ് ഗോത്തിക് സ്റ്റൈൽ ചർച്ച് ആണ്. ഈ ഗോത്തിക് സ്റ്റൈൽ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഗൂഗിളിനോട് ചോദിച്ചു. ഗൂഗിൾ എനിക്ക് ഉത്തരം പറഞ്ഞു തന്നു. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള വിവരവും വിദ്യാഭ്യാസവും എനിക്കില്ലാത്തതുകൊണ്ട് അതിന്റെ പുറകെ ഞാൻ പിന്നെ പോകാൻ പോയില്ല. പള്ളിക്കകത്ത് കയറി ചെറുതായിട്ടൊന്ന് ഉറക്കം വരുന്നുണ്ടോന്നൊരു സംശയം. പള്ളിയിൽ ഇരിക്കുന്നോണ്ടാണോ ആ പോട്ടുവാന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അല്ലേലും അങ്ങനെയാ, അമ്മ പറയുന്ന പോലെ നല്ല ഒന്നും ഡാഷിന് പിടിക്കില്ലല്ലോ. എന്തായാലും നമുക്ക് ഈ പള്ളി ഒന്ന് ചുറ്റിക്കാണാം. ഹിസ്റ്ററി. ഈ ചർച്ചിന്റെ ഒറിജിനൽ പേര് സെന്റ് മേരീസ് ചർച്ച് എന്നാണ്. പിന്നെ 1689 ഒരു തീപിടുത്തമുണ്ടായി. അപ്പൊ ചർച്ചിന് നന്നായിട്ട് ഡാമേജ് ആയി. ഇതിന്റെ വാൾസ് ഒക്കെ ബ്ലാക്ക് ആയി. അങ്ങനെയാണ് ഇതിന് ബ്ലാക്ക് ചർച്ച് എന്ന് പേര് വന്നത്. ഉള്ള കാര്യം പറയാലോ, ചർച്ചിന്റെ വാൾസ് ഒക്കെ നോക്കിയിട്ട് എനിക്ക് ബ്ലാക്ക് ചർച്ച് എന്നുള്ള പേര് തീരെ റിലേറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ പുറത്തിറങ്ങി കുറെ ഓൾഡ് ടൗണിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു. പിന്നെ സിറ്റിയുടെ സെന്ററിൽ തന്നെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ കൗൺസിൽ സ്ക്വയർ. ഇനി ഈ യാത്രക്കിടയിൽ പറ്റിയ ഒരു മണ്ടത്തരത്തെ പറ്റി ഞാൻ പറയാം. ബ്രഷോവിൽ പോകുമ്പോൾ ഞാൻ പ്ലാൻ ചെയ്ത ഒരു കാര്യമായിരുന്നു ആ കാണുന്ന മലമണ്ടയ്ക്ക് കയറണമെന്ന്. പക്ഷെ എന്നെ കൊണ്ട് പറ്റിയില്ല. ഈ വീഡിയോ എടുക്കുന്ന ദിവസം രാവിലെ എല്ലാരും എണീക്കുന്നതിന് മുന്നേ എണീറ്റ് ഞാൻ ഒറ്റയ്ക്ക് ഹൈക്ക് ചെയ്യാൻ പോയി. പക്ഷെ വഴി തെറ്റി, ഞാൻ കരഞ്ഞു. ഇനി നിങ്ങൾക്ക് ചിരിക്കാം, കാരണം ഞാൻ ആ മലമണ്ടയ്ക്ക് കയറിയിരുന്നെങ്കിൽ ആ വീഡിയോയും കൂടെ നിങ്ങൾ സഹിക്കേണ്ടി വന്നേനെ. നന്നായില്ലേ? എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. അങ്ങനെ ബ്രഷോയിലെ ഓൾഡ് ടൗൺ കാഴ്ചകളൊക്കെ കണ്ട് വിശന്നു. അതാണല്ലോ ഇമ്പോർട്ടന്റ്. പിന്നെ അവിടെ തന്നെ ഒരു റെസ്റ്റോറന്റ് കയറി പുസ്തകമൊക്കെ പരതി അരിച്ച് പെറുക്കി. ഈ ശുഷ്കാന്തിയൊക്കെ പഠിക്കുന്ന കാര്യത്തിൽ കാണിച്ചിരുന്നെങ്കിൽ. അവസാനം ഫ്രൈഡ് ചിക്കനും ഫ്രൈസും ഓർഡർ ചെയ്തു. നല്ല യമണ്ടൻ ഫ്രൈസ്, നല്ല രസമുണ്ടായിരുന്നു കടിച്ചടിച്ച് കഴിക്കാൻ. ഫ്രൈഡ് ചിക്കൻ നല്ല ക്രിസ്പി ചിക്കൻ ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ. This is Insomnia documenting her trip to Romania on 20th June 2025.